ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതൊന്ന് കുടിച്ചിട്ട് പോ. ഒരാളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹം അയാളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. കരയുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? കള്ളം പറയാൻ അറിഞ്ഞൂടെ എന്റെ കുട്ടിക്ക്? എപ്പോഴും സത്യം പറഞ്ഞ് ശീലിച്ചതുകൊണ്ട് കള്ളം പറയുമ്പോ നിന്റെ മുഖത്ത് അത് വ്യക്തമാവുന്നുണ്ട്. എന്നോടൊന്നും ചോദിക്കണ്ട മുത്തശ്ശി, എനിക്കൊന്നും പറയാൻ പറ്റില്ല. ചുറ്റും നടക്കുന്നതൊക്കെ മുത്തശ്ശിക്ക് മനസ്സിലാവും. അത് അതിന്റെ വഴിക്ക് അങ്ങ് നടന്നോട്ടെ. മോളുടെ മനസ്സിനെ നേരെ നിർത്തിയാ മതി. എന്ന് ഞാനിങ്ങനെ ചെയ്യാത്ത തെറ്റിന്റെ പേരില് കുറെ പേരെന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. കുറെ പേരെനിക്ക് ശിക്ഷ വിധിക്കും. അങ്ങനെയൊക്കെ കേട്ടാലും നിന്റെ മനസ്സിലുള്ളത് നിനക്ക് തേച്ചുമാച്ച് കളയാൻ പറ്റില്ലല്ലോ. ഈ ഇഷ്ടമെന്ന് പറയുന്നത് ആരും നിർബന്ധിച്ചുണ്ടാവുന്നതല്ല. അത് മനസ്സിൽ തനിയെ തോന്നുന്നതാ. അത് ചിലർക്ക് മനസ്സിലാവും. ചിലരത് ഭീഷണിപ്പെടുത്തി വാങ്ങിയെടുക്കാൻ നോക്കും. മണ്ടത്തരങ്ങള്. ഞാൻ മുറിയിലേക്ക് പോട്ടെ മുത്തശ്ശി? നിൽക്ക്, മുത്തശ്ശി ഒരു കാര്യം തരാം. വായിച്ചതിലും അറിഞ്ഞതിലും ഏറ്റവും ദിവ്യമായ പ്രണയമാ രാധയ്ക്ക് കൃഷ്ണനോടുള്ളത്. എത്ര നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്നു, എത്ര പാടി കേട്ടിരിക്കുന്നു. ഓരോ തവണ കേൾക്കുമ്പോഴും അതിന്റെ മാറ്റം കൂടിക്കൂടി വരികയില്ലേ? നമുക്ക് മറ്റുള്ളവരോട് കളവ് പറയാം, നമുക്ക് നമ്മളോട് കളവ് പറയാൻ പറ്റില്ല. ഈ ചിത്രം ഞാൻ നിന്നെ ഏൽപ്പിച്ചതിന് അതിൻ്റെതായ അർത്ഥമുണ്ട്. നിന്റെ കൃഷ്ണന്റെ പ്രണയം അവഗണിച്ച് ഒരിക്കലും നിനക്ക് ജീവിക്കാനാവില്ല. ഓർമ്മയുണ്ടല്ലോ, നിന്റെ കഴുത്തിലേക്ക് മറ്റൊരാൾ താലി ഉയർത്തിയപ്പോ എന്റെ കഴുത്തിലൊരു താലിയുണ്ട്, അതെന്റെ കൃഷ്ണൻ കെട്ടിയതാണെന്ന് നീ പറഞ്ഞത്. അതിന്റെ ഭദ്രത നീ ഇതുവരെ കാത്തില്ലേ? അതിനിയും കാക്കണം. കാർമേഘങ്ങൾ ഉണ്ടാവുമ്പോ അത് ചിലപ്പോ ഒരു കാറ്റിനങ്ങ് പോവും, അല്ലെങ്കിൽ ഒന്ന് കനത്ത് പെയ്തിട്ട് ശാന്തമാവും. അതൊക്കെ മനുഷ്യ ജീവിതത്തിൽ സാധാരണമാണ്. ഇനി മോള് പൊയ്ക്കാം. എന്തിനാ എന്റെ കുട്ടികളെ പരീക്ഷിക്കുന്നേ? അവരാഗ്രഹിക്കുന്ന വഴിക്ക് വിട്ടുകൂടെ? എന്തിനാ ഇങ്ങനെ രസിക്കുന്നേ? അമ്മ നേരത്തെ എഴുന്നേറ്റോ? ആ എഴുന്നേറ്റു. വരുൺ എഴുന്നേറ്റോ മോളെ? ഇല്ല, ഉറക്കം. ഇതവനെ വിളിച്ചുണർത്തി കൊടുക്ക. എന്താ? അത് ഞാൻ ചായ കൊടുത്താ വരുൺ ഇഷ്ടാവില്ല. ഇപ്പൊ കൊണ്ടുപോയി കൊടുക്കുമ്പോ അത് ഇഷ്ടമാവുമെന്ന് അമ്മയും പറയുന്നില്ല. അവൻ ദേഷ്യപ്പെട്ടാലും നിഷേധിച്ചാലും അത് താങ്ങാനുള്ള മനസ്സ് നിനക്കുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോയി കൊടുക്ക. മോളെ, ഒരാളുടെ മനസ്സിലെ വാശിയും വൈരാഗ്യവും ഒക്കെ എങ്ങനെയാ കുറയ്ക്കുന്നേ? സ്നേഹം കൊണ്ട്. എത്ര നിഷേധിച്ചാലും
നിരന്തരമായിട്ട് ഒരാളുടെ സ്നേഹം നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ അടുക്കാൻ തുടങ്ങും. സഹിക്കാനും ക്ഷമിക്കാനും കാത്തിരിക്കാനും ഒക്കെ മോൾക്ക് പറ്റും. അമ്മ നിന്റെ കൂടെയുണ്ട്. ആ പിന്നെന്താ? ശരി അമ്മേ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ദാ. വരുൺ, 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 വരുൺ എഴുന്നേക്ക്. ആഹാ! എന്താ അത് അമ്മ പറഞ്ഞു വിളിച്ചെഴുന്നേപ്പിക്കാൻ. ദേ, ഒരു കാര്യമില്ലാതെ എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? അമ്മ എന്ത് പറഞ്ഞു എന്ന്? വിളിച്ച് ചായ തരാൻ. അതെന്താ ഇന്നൊരു പ്രത്യേകത? എന്റെ മുമ്പിലേക്ക് താനൊന്നും കൊണ്ടുവരണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ? എത്രയോ തവണ ഞാൻ നിഷേധിച്ചതാ. അത് അമ്മ നിർബന്ധിച്ചപ്പോ. അമ്മ നിർബന്ധിച്ച എനിക്ക് കൊണ്ടേ കൊടുത്ത സൗകര്യമില്ലെന്ന് പറയണം. ഞാൻ കൊണ്ടേ കൊടുത്ത ഇഷ്ടമല്ലെന്ന് പറയണം. അതെങ്ങനെ? അതൊക്കെ പറയണമെങ്കിൽ ഇത്തിരി നാണോ മാനം വേണം. അല്ല, ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവിടെ ചില കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടല്ലോ. നിന്നെ എന്റെ മുമ്പിലേക്ക് കെട്ടി എഴുന്നള്ളിക്കാൻ ചിലർ ശ്രമിക്കുന്ന പോലെ. അത് ഇവിടെയുള്ളവരുടെ മനമാറ്റം ആയിരിക്കില്ല, മനസ്സ് മാറ്റിയെടുക്കാനുള്ള തന്റെ മിടുക്കായിരിക്കും. ഞാനൊന്നും ചെയ്തിട്ടില്ല വരുൺ. ആ, ഒന്നും ചെയ്തിട്ടില്ല. രാധികയെ അപകടപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോഴും മറുപടി ഇത് തന്നെയായിരുന്നല്ലോ. ഓർമ്മയുണ്ടോ? ഇടി, ഓർമ്മയുണ്ടോന്ന്? കോടതിയിൽ അവള് തന്നെ വരേണ്ടി വന്നു നിന്നെ രക്ഷിക്കാൻ. അല്ലെങ്കിൽ ഇപ്പൊ ജയിലിൽ കിടക്കേണ്ടി വന്ന അങ്ങനെ. എന്നിട്ട് തിരിച്ചെത്തിയതോ രാധികയുടെ കാല് പിടിച്ചു. ഏതെങ്കിലും വിധത്തിൽ കണിമംഗലത്ത് തിരിച്ചെത്തണമെന്ന് പറഞ്ഞ് ആ പാവം അതിനുവേണ്ടി പണിയെടുത്തു. അതിന്റെ പേരിലെത്താൻ വീണ്ടും ഈ കണിമംഗലത്തേക്ക് കാലുകുത്തിയത്. അടങ്ങി ഒതുങ്ങിയൊരു മൂല കഴിഞ്ഞോണം. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല. ഈ ഭാര്യയായിട്ടുള്ള ഈ വേഷം കെട്ടലുണ്ടല്ലോ, സ്നേഹിച്ചുകൊണ്ടുള്ള വേഷം കെട്ടല്, അതിന് എന്റെ മുമ്പിൽ എങ്ങാനും പ്രദർശിപ്പിച്ച എനിക്കെന്നെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. വരുൺ, ഇതൊന്ന് കുടിച്ചിട്ട് പോ. വരുൺ, ഒരാളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹം അയാളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. തന്നെ ഇപ്പൊ ആരെ ഉപദേശിക്കുന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഈ ജീവിതത്തിൽ താൻ ഒരിക്കലും നേരെയാവില്ലെന്ന് അവർക്കൊന്നും മനസ്സിലായിട്ടില്ല.